ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇൻസ്പേസ്, സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി, RBI, സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഹോങ്കോങ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്പേസിനെ കുറിച്ചാണ്. ഈ ഇൻസ്പേസ് എന്ന് പറയുന്ന ടോപ്പിക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു സ്പേസ് കമ്പനി, ബേസിക്കലി ഒരു സ്പേസ് സ്റ്റാർട്ടപ്പാണ്. അവർ അഗ്നിബാൻ എന്ന് പറയുന്ന അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു റോക്കറ്റ് റീസെൻ്റ്ലി ടെസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ 3D പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു സെമി ക്രയോജനിക് എഞ്ചിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു റോക്കറ്റാണ് ഈ അഗ്നിബാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ സ്പേസ് സെക്ടറിനകത്ത് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ കോർഡിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുള്ളൊരു ഏജൻസിയാണ് ഇൻസ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസ്പേസിനെ കുറിച്ചും ഈ ഒരു വാർത്തക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പ്രസിലും ഇന്നത്തെ ഹിന്ദുവിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 ഈ ഒരു വാർത്ത ഉണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻസ്പേസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ദ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെൻറ്റർ എന്നാണ്. ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെൻറ്റർ എന്നുള്ളതാണ്. ഇത് 2020 ജൂണിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻസ്പേസിൻ്റെ ഒരു ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് അല്ലെങ്കിൽ എയിമായിട്ട് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ സ്പേസ് സെക്ടറിനകത്തുള്ള പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഇതിൻ്റെ കൂടെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ബേസിക്കലി ഈ കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ സ്പേസ് സെക്ടറിനകത്തുള്ള പ്രൈവറ്റ് സ്പേസ് സെക്ടറിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നോൺ ഗവൺമെൻറ്റൽ എൻറ്റിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഓവർസീ ചെയ്യുകയും ഓതറൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് പ്രൈവറ്റ് സ്പേസ് സെക്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി അത് കൂടാതെ ഇൻസ്പേസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കുറേ കാലമായിട്ട് ഈ സ്പേസ് സെക്ടർ ISROയുടെ ഒരു മൊണോപ്പൊളി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് സ്പേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ മൊത്തം ISROയുടെ കൺട്രോളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ISROയുടെ കൺട്രോളിലുള്ള ടെക്നിക്കൽ ഫെസിലിറ്റീസും എക്സ്പേർട്ടൈസും ഒക്കെ പ്രൈവറ്റ് എൻറ്റിറ്റീസുമായിട്ട്, അതായത് പ്രൈവറ്റ് സ്പേസ് കമ്പനീസുമായിട്ട് ഷെയർ ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് തയ്യാറാക്കുക അല്ലെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതും അതിനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതും ഇൻസ്പേസിൻ്റെ ഒരു ജോലിയാണ്. ഇനി ഈ പറയുന്ന ഇൻസ്പേസ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് ഈ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ സ്പേസ് സെക്ടറിനകത്ത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 13ഓളം സ്റ്റാർട്ടപ്പുകളുമായിട്ട് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തെർമൽ പവർ പ്ലാന്റുകളുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 16 വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി അല്ലെങ്കിൽ CEA കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി എന്ന് പറയുന്നത് 1948 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് എന്ന് പറയുന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ സെക്ഷൻ 3 ക്ലോസ് 1 അനുസരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി എന്ന് പറയുന്നത്. പക്ഷേ 1948 ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് ഇപ്പോൾ നിലവിലില്ല. അത് ബേസിക്കലി ആ നിയമം പിൻവലിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് വന്നിട്ടുള്ള ഒരു നിയമമാണ് 2003 ഇലക്ട്രിസിറ്റി ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ ഈ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് തുടരുന്നത് ഇലക്ട്രിസിറ്റി ആക്ട് 2003 സെക്ഷൻ 70 അനുസരിച്ചാണ്. ഇനി ഇത് 1951 ഈ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അന്നൊരു പാർട്ട് ടൈം ബോഡിയായിട്ടാണ് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1975 ഇതിനെ ഒരു ഫുൾ ടൈം ബോഡിയാക്കിയിട്ട് മാറ്റുന്നത്. ഇനി അതുപോലെ തന്നെ 2003 ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ച് ഈ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് ചെയർമാൻ ഉൾപ്പെടെ മാക്സിമം, അതായത് പരമാവധി 14 മെമ്പേഴ്സാണ്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന 14 പേരിൽ, ചെയർമാൻ ഉൾപ്പെടെയുള്ള 14 പേരിൽ 8 പേര് ഫുൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കും, ബാക്കിയുള്ളവർ പാർട്ട് ടൈം മെമ്പേഴ്സ് ആയിരിക്കും. ഇവരെ സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആളാണ്, ഒരു ചെയർപേഴ്സൺ ആണ് ഈ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിനെ ഹെഡ് ചെയ്യുന്നത്. അദ്ദേഹമായിരിക്കും ഈ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന്
പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ജോലികളായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട്, ദേശീയ വൈദ്യുതി നയം എന്നൊക്കെ പറയും. അപ്പോൾ ഈ നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഉപദേശം നൽകുക എന്നുള്ളതാണ് ഒരു ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഷോർട്ട് ടേം ആൻഡ് പേഴ്സ്പെക്റ്റീവ് പ്ലാനുകൾ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ മറ്റൊരു ജോലിയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ക്രോസ് ബോർഡർ ഇലക്ട്രിസിറ്റി ട്രേഡ്, ഓക്കെ, അതായത് അതിർത്തി കടന്നുള്ള വൈദ്യുതിയുടെ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയും കൂടിയാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഇലക്ട്രിക്കൽ പ്ലാന്റുകൾ, ഇലക്ട്രിക് ലൈൻസ്, അതുപോലെ തന്നെ കണക്ടിവിറ്റി, ഗ്രിഡിലേക്കുള്ള കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഗ്രിഡ് സ്റ്റാൻഡേർഡ്, സേഫ്റ്റി, അതുപോലെ ഇൻസ്റ്റലേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി മീറ്റേഴ്സ്, ഈ കാര്യങ്ങളിലൊക്കെയുള്ള സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഈ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെയും ഇന്ത്യൻ എക്സ്പ്രസ്സിലകത്തൊക്കെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻകം വർദ്ധിച്ചതായിട്ടുള്ളൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1935 ഏപ്രിലിൽ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ മോണിറ്ററി സ്റ്റെബിലിറ്റി, കറൻസി മാനേജ്മെൻറ്റ്, ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് റേറ്റുകൾ സെറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതൊരു അപ്പോൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1934 പാസ്സാക്കിയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ നിയമമൊക്കെ വരുന്നത് ഈ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹിൽട്ടൺ യങ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം വരുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നതും ഒക്കെ. അപ്പോൾ അന്ന് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കമ്പനി ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഇതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 കോടി രൂപയായിരുന്നു. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ നാഷണലൈസ് ചെയ്യുന്നത്. അപ്പോൾ 49 തൊട്ട് ഇങ്ങോട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 100% ഷെയർസും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺ ചെയ്യുന്ന ഒരു എൻറ്റിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ ഹെഡ് ചെയ്യുന്നത് ഒരു ഗവർണറാണ്. ഓക്കെ, അപ്പോൾ അവരുടെയൊക്കെ ടെന്യൂർ എന്ന് പറയുന്നത് 4 വർഷത്തേക്കാണ്. അപ്പോൾ ഇതൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിനകത്താണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇവരുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള കറൻസി, അതുപോലെ തന്നെ ഇന്ത്യയിലെ ക്രെഡിറ്റ് സിസ്റ്റം, ഈ 2 കാര്യങ്ങളെയും റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ആവശ്യത്തിനുള്ള റിസർവ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ മോണിറ്ററി സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അതിനെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ബാങ്ക് നോട്ടുകൾ ഇഷ്യൂ ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തിനെ എൻഷുർ ചെയ്യുക, അതുപോലെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്ലാൻഡ് അഡ്വാൻസ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ ഒരു ബാങ്കേഴ്സ് ബാങ്കായിട്ടും ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ടും നോട്ട് ഇഷ്യൂയിങ് അതോറിറ്റി ആയിട്ടൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഈ ഫിൻടെക്സ് ഫേംസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് RBI അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് റീസെൻ്റ്ലി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ ഹിന്ദുവിൻ്റെ പേജ് 15 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ SRO എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയുമായിട്ട്, അതായത് ഒരു പ്രൊഫഷനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇൻഡസ്ട്രിയുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു സെൽഫ് റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കിടയിൽ നിന്നുള്ള ആ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ പരസ്പരം ചേർന്ന് പ്രവർത്തിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതായത് ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെഗുലേറ്ററി ഓർഗനൈസേഷൻ അല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മീഡിയാസ് ഉണ്ട്, ഒരുപാട് ചാനലുകളുണ്ടല്ലോ. അപ്പോൾ ഈ ചാനലുകളുടെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. പകരം അവർക്കിടയിൽ നിന്നുള്ള
ഇപ്പോൾ പത്രങ്ങളുടെയൊക്കെ കേസിൽ ഈ പ്രസ് ഗിൽഡുകളൊക്കെ ഉള്ളതുപോലെ അവരുടെ ഈ പറയുന്ന പത്രങ്ങളുടെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ്സിന് വെച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു റെഗുലേറ്ററി ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതാണ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂഷ്വലി നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആയിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻസിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിക്കകത്തുള്ള റൂൾസൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു റെഗുലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു മേഖലക്കകത്ത് ആളുകൾ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് സെറ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു അസോസിയേഷൻ ഓഫ് മെർച്ചൻ്റ് ബാങ്കേഴ്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ AMBI എന്ന് പറയുന്നൊരു സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ ഉണ്ട്. അത് സെബി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് ഹോങ്കോങ് ആണ്. അപ്പോൾ ഈ ഹോങ്കോങ് എന്ന് പറയുന്നത് ബേസിക്കലി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ചൈനയുടെ ഭാഗമായിട്ടുള്ള ഒരു ടെറിട്ടറിയാണ്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ആണെന്ന് മനസ്സിലാക്കി. ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ചൈനയുടെ സദേൺ കോസ്റ്റിൽ സൗത്ത് ചൈന സീയുടെ ഭാഗത്തായിട്ടാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ലൊക്കേഷനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ചൈനയിലുള്ള ഒരു ഈസ്റ്റ് പേൾ റിവർ എസ്റ്റുറി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പേൾ റിവർ എസ്റ്റുറി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ പേൾ റിവർ എസ്റ്റുറിയുടെ ഈസ്റ്റേൺ സൈഡിലായിട്ടാണ് ഹോങ്കോങ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹോങ്കോങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പറയുന്ന സമയത്ത് നമ്മൾ ചൈനയുടെ ഭാഗമായിട്ട് കണക്കാക്കുമെങ്കിലും ഈ ഹോങ്കോങ്ങും അതുപോലെ തന്നെ മെക്കാവുവിൻ്റെയും കേസ് എന്ന് പറയുന്നത് ഹോങ്കോങ്ങും മെക്കാവും ചൈനയിലെ രണ്ട് സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജൻസ് ആണ്. അപ്പോൾ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചൈനയുടെ ഭാഗമാണെങ്കിലും, അതായത് ഇവരുടെ ഡിഫൻസും ഇവരുടെ ഫോറിൻ പോളിസിയൊക്കെ മാനേജ് ചെയ്യുന്നത് ചൈനയാണെങ്കിലും ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഇവരുടെ എക്കണോമിക് സിസ്റ്റം, ഫിനാൻഷ്യൽ സിസ്റ്റം, സിവിൽ അഡ്മിനിസ്ട്രേഷനൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ അതിനെയാണ് വൺ കൺട്രി ടു സിസ്റ്റം എന്ന് പറയാം. ഉദാഹരണത്തിന് ഈ ചൈന എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിലവിലുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ഹോങ്കോങ്ങിൽ അതേസമയം അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ വേറെയാണ്. അതുകൂടാതെ ഹോങ്കോങ്ങിന് സെപ്പറേറ്റ് അവരുടെ കോമൺ ലോ എന്നറിയപ്പെടുന്ന അവരുടെ സ്വന്തമായിട്ടൊരു ഭരണഘടനയുണ്ട്, അവരുടെ സ്വന്തമായിട്ടുള്ള ലീഗൽ സിസ്റ്റം ഉണ്ട്, അവർക്ക് സെപ്പറേറ്റ് കറൻസി ഉണ്ട്. ഇപ്പോൾ ചൈനയുടെ കേസിൽ ചൈനയുടെ കറൻസി റെമിൻബി ആണ്. ഹോങ്കോങ്ങിൻ്റെ കേസിൽ ഹോങ്കോങ് ഡോളർ എന്ന് പറയുന്ന സെപ്പറേറ്റ് കറൻസി ഉണ്ട് അവർക്ക്. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ള ഫോറിൻ കൺട്രീസുമായിട്ടുള്ള അവരുടെ ട്രേഡിംഗ് റിലേഷൻസ് അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ വൺ കൺട്രി ടു സിസ്റ്റം എന്ന് പറയുന്നത്. ഇതേ ബന്ധം തന്നെയാണ് മെക്കാവുമായിട്ടും ചൈനക്കുള്ളത്. ഓക്കെ, ഇനി ഈ വൺ കൺട്രി ടു സിസ്റ്റം വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് 1997 വരെ ഹോങ്കോങ് ചൈനയുടെ ബ്രിട്ടൻ്റെ ഒരു കോളനി ആയിരുന്നു. 97 ബ്രിട്ടൻ ഹോങ്കോങ്ങിന് ചൈനയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഹാൻഡ് ഓവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടനും ചൈനയും തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ള ചില എഗ്രിമെൻറ്റുകൾ അനുസരിച്ച് ഹോങ്കോങ്ങിൻ്റെ ഇത്തരത്തിലുള്ള അവരുടെ സ്വഭാവം അല്ലെങ്കിൽ ഈ ഹോങ്കോങ്ങിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളൊരു ഉറപ്പ് ചൈന കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ലിമിറ്റഡ് പീരീഡിലേക്കാണ്, 50 വർഷത്തേക്കാണ് ഈ ഹോങ്കോങ്ങിന് ഈ ഒരു ഓട്ടോണമി ഉണ്ടാവുക. അതായത് 1947 ആകുമ്പോഴേക്കും ഹോങ്കോങ് കംപ്ലീറ്റ്ലി ചൈനയുടെ ഭാഗമായിട്ട് മാറും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള അതുപോലെ തന്നെ ലോകത്തിൽ വളരെ ഹൈ ആയിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉള്ള ഹൈ പെർ ക്യാപിറ്റ GDP ഉള്ള ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഹോങ്കോങ് എന്ന് മനസ്സിലാക്കുക. ഇനി ഹോങ്കോങ്ങിൻ്റെ അതിർത്തി മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ഹോങ്കോങ്ങിനെയും മെയിൻലാൻഡ് ചൈനയെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നാച്ചുറൽ ബാരിയർ എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള ഒരു ഷാംചുൻ റിവർ എന്ന് പറയുന്ന നദിയാണ്. ഇനി അതുകൂടാതെ ഹോങ്കോങ്ങുമായിട്ട് അതിർത്തി പങ്കിടുന്ന ചൈനയിൽ നിന്നുള്ള പ്രദേശം എന്ന് പറയുന്നത് ചൈനയുടെ ഗ്വാങ്ഡോങ് എന്ന് പറയുന്ന പ്രൊവിൻസ് ആണ്. ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികളിലൊന്നായിട്ടുള്ള ഷെൻസൻ സിറ്റിയൊക്കെ കിടക്കുന്നത് ഈ ഗ്വാങ്ഡോങ് പ്രൊവിൻസിലാണ്. അപ്പോൾ ഹോങ്കോങ്ങിൻ്റെ നോർത്തേൺ സൈഡിൽ കിടക്കുന്നത് ഈ ഗ്വാങ്ഡോങ് പ്രൊവിൻസ് ആണ്. ഇവരുടെ ബാക്കിയുള്ള 3 മേഖലയിലും, അതായത് ഇവരുടെ ഈസ്റ്റും വെസ്റ്റും സൗത്തും ഒക്കെ കിടക്കുന്നത് സൗത്ത് ചൈന സീ ആണ്. ഓക്കെ, ഇനി ഹോങ്കോങ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തിൻ്റെ ടെറിട്ടറി നോക്കിക്കഴിഞ്ഞാൽ അത് കുറേ ഐലൻഡുകൾ ഉൾപ്പെടുന്നതാണ് ഈ ഹോങ്കോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോങ്കോങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു കൗലോൺ പെനിൻസുല എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ഇതാണ് കൗലോൺ പെനിൻസുല എന്ന് പറയുന്നത്. അതും ഹോങ്കോങ് ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡും അതുപോലെ തന്നെ ഒരു ലൻറ്റാവ് എന്ന് പറയുന്ന ഐലൻഡും കൂടി കൂടിച്ചേരുന്നതാണ് ഹോങ്കോങ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഒരു 100-200ഓളം ചെറിയ ഐലൻഡുകളും ഈ ഹോങ്കോങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.